ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ന് വിഷു ആണ് കേട്ടോ. നല്ലൊരു ദിവസമായിട്ട് വീണ്ടും വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിഷു ദിവസം തന്നെ ആദ്യത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്ന് പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ വായിച്ച് പിള്ളേരും അച്ചാച്ചനുമൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ അവർക്ക് കണി കാണാനുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഞാൻ ആദ്യം തിരി കത്തിച്ചതിന് ശേഷമേ രാവിലെ ലൈറ്റ് ഇടാറുള്ളേ. അത് കഴിഞ്ഞ് ദേ അങ്കത്തട്ടിലേക്ക്, വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ അടുക്കളയിലേക്ക് തന്നെ. ഞങ്ങളിപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളൂ. പുതിയ വീടൊക്കെ ആയിട്ടൊന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റേതായ അപാകതകളൊക്കെ എന്താണെങ്കിലും ആ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടാവും. ഇവിടെ ഒരൊറ്റ ജനലേ ഉള്ളൂ. എന്ത് ചെയ്യാനാ, എനിക്കൊരു ശാപം കിട്ടിയതുപോലെ വീടിൻ്റെ മുകളിലത്തെ പോർഷൻ എപ്പോഴും കിട്ടുക. ഞാനത് അച്ഛൻ്റെ ബ്ലെസ്സിങ് ടുഡേ വെച്ചിട്ട് രാവിലെ പാത്രം ഉള്ളതങ്ങ് കഴുകിയെടുത്തു കേട്ടോ. ഈ ഒരൊറ്റ ജനലേ ഉള്ളൂ. പിന്നെ എക്സോസ് ഫാൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇന്നലെ വൈകിട്ട് കുറച്ച് കടുമാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കടുമാങ്ങ ഇടാൻ വേണ്ടി. അങ്ങനെ അതും സെറ്റ് ചെയ്തിട്ട് അതങ്ങ് രാവിലെ കൈയോടെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് മടി പിടിക്കും. അതുകൊണ്ട് അതെല്ലാം രാവിലെ തന്നെ അങ്ങ് ചെയ്തു. അത് നേരത്തെ അങ്ങ് ചെയ്തു വെച്ചാൽ പിന്നെ ആ പണി അങ്ങ് കഴിഞ്ഞല്ലോ. മാങ്ങാച്ചാറുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് കൂട്ടാനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കഞ്ഞിയാണെങ്കിലും എല്ലാവരും കുടിച്ചോളും. അതുകൊണ്ട് അതാദ്യമേ അങ്ങ് ചെയ്തു. ഇന്നലെ എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മ അരിഞ്ഞു വെച്ചിട്ട് പോയതാട്ടോ. എനിക്ക് ശരിക്കും ഈ അരിയാനും പറക്കാനും ഒന്നും ശരിക്കും അറിയില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ അടുത്ത കാലത്താണ് കുക്കിങ്ങൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു അപാകതയുണ്ട്. ചിലരൊരു ചമ്മന്തി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണെന്ന് പറയുന്നത് പോലെ ഞാൻ എന്നെ സ്വയം പൊക്കി പറയുന്നതല്ല. ഞാൻ എന്തുണ്ടാക്കിയാലും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണെന്ന്. എൻ്റെ വല്യമ്മച്ചി നന്നായിട്ട് ഫുഡ് കുക്ക് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയൊക്കെ പറയും എനിക്കത് കിട്ടിയതാണെന്ന്. ആയിരിക്കും കേട്ടോ. എന്തായാലും എനിക്ക് അരിയിലും പറക്കലൊന്നും വലിയ വശമില്ലാത്തതുകൊണ്ട് ഞാനൊരു ചോപ്പറൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ ബാക്കി കിടന്ന പാത്രം കൂടി ഞാൻ കഴുകി. ഓൾറെഡി എനിക്ക് പ്രസവം കഴിഞ്ഞപ്പോൾ തന്നെ അഡീഷണൽ ബോണസായിട്ട് കിട്ടിയ നടുവേദന ഉള്ളത് കൊണ്ട് ഒരുപാട് കുനിഞ്ഞു നിന്ന് പാത്രം കഴുകാൻ പാടില്ല കേട്ടോ. പാടില്ല എന്നല്ല, എനിക്ക് പറ്റില്ല. അത് കഴിഞ്ഞ് ചെറിയൊരു ഡ്രിങ്ക് രാവിലത്തേക്ക് ഇടാമെന്ന് വിചാരിച്ചു. കൂടുതലും ഈ പുറത്തെ ഫുഡും ഫാസ്റ്റ് ഫുഡും ഒക്കെ കഴിക്കുകയല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ബെനഫിറ്റ് ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിക്ക ദിവസങ്ങളിലും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കും കേട്ടോ. അപ്പം അതെല്ലാം ചെയ്തു വെച്ചു. ഞാനൊരു ശകലം ഗ്രീൻ ടീ ഇടുകയുള്ളൂ. ഗ്രീൻ ടീ നമ്മുടെ ഉറക്കത്തെ ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാനാണ് ആദ്യം കുടിച്ചത്. പിന്നെ അച്ചാച്ചനുള്ളത് മാറ്റി വെച്ചു. എനിക്ക് ആരെയും ഉറക്കത്തിൽ വിളിക്കുന്നത് ഇഷ്ടമല്ല. അതേപോലെ എന്നെ ഉറങ്ങിക്കിടക്കുമ്പോൾ ആരും വിളിക്കുന്നതും ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഉറങ്ങുന്നവരൊക്കെ അങ്ങോട്ട് ഉറങ്ങട്ടെ, ഉണർന്ന് വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റേതുമായിട്ട് പുറത്തേക്ക് പോയി കേട്ടോ. രാവിലെ പുറത്തൊക്കെ ഇരുന്ന് ചായ കുടിച്ച്, അതാണ് എനിക്കിഷ്ടം. പക്ഷെ ചായ കുടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഡൈനിങ് ടേബിളിൽ തന്നെ ഇരുന്ന് ഇതങ്ങ് കഴിച്ചു.